मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। മാവിൽ നിന്നും കിട്ടുന്നത് മാങ്ങയാണ്. വൈകിട്ടത്തെ ഡോഗ് ഷോയ്ക്ക് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടികൈ. ഓഹോ, അടിപൊളി, വളരെ നന്നായിട്ടുണ്ട്. മാഡം, അവൻ റിംഗിൽ എത്ര നന്നായിട്ടാണ് കളിക്കുന്നത്. ഇതെന്റെ പോപ്പോയാണ്. ഇവനെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യും. നിങ്ങളുടെ പോപ്പോ വളരെ നന്നായിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ഈ സോർദാർ അവനെ കണ്ടിട്ട് ഒന്നിനും കൊള്ളാത്തവനാണെന്നാ തോന്നുന്നേ. ഒന്നും ചെയ്യാൻ അറിയില്ല, പക്ഷെ കൈ തട്ടാൻ മാത്രം വളരെ നന്നായിട്ട് അറിയാം. എന്തായാലും വൈകിട്ട് ഡോഗ് ഷോ കാണാൻ നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ഇവനെ കണ്ടാ തന്നെ അറിയാം, ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയേ ഇല്ല. ഉണങ്ങിയ കൊപ്ര ആട്ടിയാൽ കിട്ടുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾ ജോർദാറിനെ വല്ലാതെ അപമാനിക്കുകയാണ്. നോ, ഞാൻ തീർച്ചയായും സത്യമാണ് പറഞ്ഞത്. ചുട്ട പപ്പടം തട്ടിയാലുടനെ പൊട്ടുന്നതായിരിക്കും. ജോർദാറും തീർച്ചയായും ഡോഗ് ഷോയിൽ പങ്കെടുക്കുന്നതായിരിക്കും. അടികൈ. ഞാൻ പറഞ്ഞത് നിന്നോട് കൈയടിക്കാനല്ല. കണ്ടോ, കാര്യം പറഞ്ഞപ്പോ തന്നെ അവൻ പേടിച്ചു വിറയ്ക്കുക. ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ആവശ്യമില്ലാതെ സംസാരിക്കരുത്. എന്റെ സോർദാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ വേണേ നോക്കിക്കോ, ബെസ്റ്റ് ഡോഗ് എന്നുള്ള പുരസ്കാരം എന്റെ സോർദാർ തന്നെ വാങ്ങും. ആ അവാർഡ് എന്റെ പോപ്പോക്ക് മാത്രമായിട്ടുള്ളതാ. നോക്കേ, ഇവൻ എത്ര കാമാണ്, ഇവൻ എത്ര സ്വീറ്റ് ആണെന്ന്. ഇവന്റെ അടുത്ത് വരാൻ പോലും നിങ്ങളുടെ സോർദാറിന് കഴിയില്ല. നമുക്ക് നോക്കാം. തീർച്ചയായും. റോസ് ചെടിയിൽ ചക്ക മുളക്കില്ല. ഈ അവാർഡ് വാങ്ങാതെ ഞങ്ങൾ മടങ്ങില്ല. അടികൈ. മാഡം, എത്ര കുളിപ്പിച്ചാലും അവൻ വെളുക്കില്ല മാഡം. ഇവനെ വെളുപ്പിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ കുളിപ്പിക്കുന്നത്. ആ ബ്രഷിംഗ് എടുക്ക്. തറ തേക്കുന്ന ബ്രഷ് ഇതെന്തിനാ ഹണി എനിക്ക് തന്നത്? ടൂത്ത് ബ്രഷ് കൊണ്ട് വൃത്തിയാക്കാനാണെങ്കിൽ സമയം ഒരുപാട് പിടിക്കും. കഴുതേ, ശരീരം വൃത്തിയാക്കാനുള്ള ബ്രഷാണ് ചോദിച്ചത്. ഇവിടെയുണ്ട്, ഞാൻ തരാം. രക്ഷപ്പെട്ടു. സംശയമുണ്ടോ? നന്നായിട്ട് കുളിപ്പിച്ചു മാഡം. ഇനി ഇവനെ കൊണ്ടുപോയി നമുക്ക് അയൽ ഉണക്കാനിടാം. ആവശ്യമില്ലാതെ സംസാരിച്ച് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം. വൈകിട്ട് ഡോഗ് ഷോയിൽ എല്ലാവരും എത്തണം. മേഡം, എന്താണ് ഈ ചെയ്യുന്നത്? ഡോഗ് ഷോയ്ക്ക് വേണ്ടി നിന്നെ തയ്യാറാക്കുകയാണ്. മേഡം, എന്തായി കാണിക്കുന്നത്? നോക്ക്, ഒനിഷ എന്നെ വല്ലാതെ അപമാനപ്പെടുത്തിയിരിക്കുകയാണ്. അവളുടെ ഡോഗിയെ തോൽപ്പിച്ച് നീ ആയിരിക്കണം ബെസ്റ്റ് ഡോഗിന്റെ അവാർഡ് വാങ്ങേണ്ടത്. പക്ഷേ മാഡം, വേണ്ട, എനിക്ക് ഒന്നും കേൾക്കണ്ട. നീ തന്നെ ജയിക്കണം സോർദാർ. നിഷയെ തോൽപ്പിക്കാതെ അടങ്ങില്ലെന്നാണ് തോന്നുന്നത്. സംശയമുണ്ടോ? ഇത് വല്ലാത്ത കഷ്ടകാലമായി പോയി. എന്നെ കെട്ടിവെച്ചിരിക്കുന്ന കോലം കണ്ടില്ലേ? ഞാനൊരു നോർമൽ ഡോഗിയാണ്. അവിടെ വരുന്നതാണെങ്കിൽ എല്ലാം സ്മാർട്ട് ഡോഗീസ് ആണ്. ഞാൻ എങ്ങനെയാണ് ജയിക്കുക? നീയും സ്മാർട്ട് തന്നെയാ സോർദാർ. സംശയമുണ്ടോ?
അവിടെ നടക്കുന്ന പന്തയങ്ങളിലൊക്കെ ഞാൻ എങ്ങനെയാ പങ്കെടുക്കുക? എനിക്കാണെങ്കിൽ ആ റിംഗ് കാണുമ്പോ തന്നെ തല ചുറ്റും. ഞാൻ അതൊക്കെ എങ്ങനെ ചെയ്യും? ചെയ്തേ മതിയാവൂ, കാരണം ഇത് മാഡത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ മത്സരിച്ചാൽ മാഡത്തിന്റെ അഭിമാനം മൊത്തത്തിൽ തന്നെ അങ്ങ് പോകും. ഒന്നും സംഭവിക്കില്ല, ഞങ്ങളുണ്ട് നിന്നെ സഹായിക്കാൻ. ഇവനെ കൊണ്ടുവന്നിരിക്കാണോ? എന്തായാലും കൊള്ളാം, ജയിക്കാൻ പറ്റിയ മുഖം. വേണമെങ്കിൽ നോക്കിക്കോ, ബെസ്റ്റ് ഡോഗ്സിൽ സോർദാർ തന്നെ ജയിക്കും. കടൽ കണ്ടാൽ എല്ലാവർക്കും കൗതുകം. നിങ്ങൾക്ക് ഡോഗ് ഷോയിലേക്ക് സ്വാഗതം. അടികൈ. ജോർദാറെ, നീ പേടിക്കണ്ട, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ദാഹിച്ചാൽ എല്ലാവരും വെള്ളം കുടിക്കും. ഇപ്പോൾ എല്ലാവരും റാം വോക്ക് ചെയ്യുന്നതായിരിക്കും. അടികൈ. ചോക്ലേറ്റിനകത്തുണ്ടാവും നല്ല കോക്കോ. ഈ റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ പോപ്പോ. അടികൈ. ഇപ്പൊ നീ കണ്ടല്ലോ അല്ലേ, എന്റെ ഡോഗിയെ ജയിക്കാൻ ഇവിടെ ആരുമില്ല. വെള്ളമടിച്ചെടുക്കാൻ നമുക്ക് പമ്പിൽ, ഇപ്പോൾ ചാടാൻ വിളിക്കാൻ നമുക്ക് റിങ്ങിൽ. അടികൈ. ബണ്ണി എന്നെ കൊണ്ട് കഴിയില്ല. കഴിയും, ഞാനുണ്ട്, ചാടിക്കോ. ധോണി അടിക്കും നല്ല ഹെലികോപ്റ്റർ ഷോട്ട്. ജോർദാർ അടിച്ചിരിക്കുകയാണ് നല്ല സമ്മർ ഷോട്ട്. അടികൈ. സ്പീഡിലോടും നല്ല സ്പോർട്സ് കാർ. ഈ റൗണ്ടിന്റെ വിന്നർ ജോർദാർ. അടികൈ. അവസാനത്തെ റൗണ്ടാണ് ഡാൻസ് കോമ്പറ്റീഷൻ. തീർന്നു. ജോർദാറിന് ഡാൻസ് കളിക്കാനേ അറിയില്ല. സംശയമുണ്ടോ? കളിക്കും, ഡാൻസ് കളിക്കാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. നല്ല ചൊറിയുന്ന പൗഡർ. ചൊറിയുന്നു.
ആ, എന്റെ പോപ്പോ ആരെങ്കിലും പോപ്പോയെ രക്ഷിക്ക്. അവന് നീന്താൻ അറിയില്ല. പോപ്പോ ഹലോ, വേഗം രക്ഷിക്കൂ. ഹെൽപ്പ്. കലക്കി സോർദാർ, നീയാണ് ഹീറോ. പോപ്പോ ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ട് അടി കൊടുത്തു സാറ്. ഈ മത്സരത്തിലെ നായകനാണ് നമ്മുടെ സോർദാർ അടികൈ. താങ്ക് യു സോർദാർ, നീയാണ് എന്റെ പോപ്പോയെ രക്ഷിച്ചത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതല്ലേ, സോർദാർ ആരെ വേണമെങ്കിലും രക്ഷിക്കും. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്റെ സോർദാറിന്റെ കഴിവ്. കറിക്കരയ്ക്കാനുള്ള തേങ്ങ കിട്ടുന്നത് തെങ്ങിൽ നിന്നാണ്. റിസൾട്ട് ഇപ്പോൾ ഇരിക്കുന്നത് എന്റെ കയ്യിലാണ് അടികൈ. ഈ വർഷത്തെ ബെസ്റ്റ് ഡോഗായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ജോർദാറിനെയാണ് അടികൈ. ജയിക്കേണ്ടത് സോർദാർ തന്നെയാണ്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കിയല്ലോ, ഒന്നുമില്ലാന്ന് കരുതുന്നവരായിരിക്കും ഒരു ദിവസം വലിയ ആളാകുന്നത്. എന്റെ സോർദാറിനെ പോലെ. അടിച്ചു പൊളിച്ചു തിമിർത്തോ, ഇവനിപ്പോൾ സീറോയിൽ നിന്നും ഹീറോ ആയി. സംശയമുണ്ടോ?